സോ നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിന്റെ പ്രിൻസിപ്പിൾ വളരെ സിമ്പിൾ ആണ്. വാട്ട്സ് ദ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ? ഓപ്ഷനിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ ഉണ്ടെങ്കിൽ ആദ്യം അത് തന്നെ എഴുതാം, മ്യൂച്വൽ ഇൻഡക്ഷൻ. മ്യൂച്വൽ ഇൻഡക്ഷൻ. മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. എസ്പെഷ്യലി ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ, മ്യൂച്വൽ ഇൻഡക്ഷൻ. ട്രാൻസ്ഫോമർ ജനറലി നമ്മൾ ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ ആണ്, മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് പ്രിൻസിപ്പിൾ. ഇനി അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ വരാം, എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ ഓഫ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നും വരാം കേട്ടോ. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാലും അത് വരുന്നുണ്ട്. ഓക്കെ. സോ ആൻ ഐഡിയൽ ട്രാൻസ്ഫോമർ ഈസ് ഓൺ വിച്ച് ഹാസ് നോ ലോസ്, ദാറ്റ് ഈസ് ഇറ്റ്സ് വൈൻഡിങ് ഹാവ് നോ ഓമിക് റെസിസ്റ്റൻസ് ആൻഡ് ദർ ഇസ് നോ മാഗ്നറ്റിക് ലീക്കേജ്. അപ്പോൾ ഈ ഐഡിയൽ ട്രാൻസ്ഫോമർ ആണ് നമ്മൾ ആദ്യം പഠിക്കുക. ഐഡിയൽ ട്രാൻസ്ഫോമർ പഠിച്ചിട്ടാണ് പിന്നെ അങ്ങോട്ട് പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമറിന്റെ കേസ് ഡിസ്കസ് ചെയ്യുന്നത്. എനിവേ നമുക്ക് ഐഡിയൽ ട്രാൻസ്ഫോമർ വെച്ച് ഡിസ്കസ് ചെയ്യാനേ ഉള്ളൂ. സോ ഐഡിയൽ ട്രാൻസ്ഫോമറിലെ കേസ് നോക്കിക്കൊള്ളണം. എന്തൊക്കെയാണ് ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ കണ്ടീഷൻസ്? ദർ ഇസ് നോ ലോസ്. ഓക്കെ, നോ ലോസ് മീൻസ് വൈൻഡിങ്സ് പ്യൂർലി ഇൻഡക്റ്റീവ് ആണ്. ദർ ഇസ് നോ ഓമിക് റെസിസ്റ്റൻസ് ഓർ റെസിസ്റ്റൻസ് അല്ല. ജനറലി ഒരു വൈൻഡിങ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും, അതിൽ റെസിസ്റ്റൻസ് ഉണ്ടാവും, ഇൻഡക്റ്റൻസും ഉണ്ടാവും. ഓക്കെ, ഒരു കോയിലിൽ റെസിസ്റ്റൻസ് ഉണ്ടാവും, ഇൻഡക്റ്റൻസ് ഉണ്ടാവും. പക്ഷെ ഐഡിയൽ കേസിൽ റെസിസ്റ്റൻസ് എന്താണ്, റെസിസ്റ്റൻസ് സീറോ ആണ്. ഐഡിയൽ കേസിൽ റെസിസ്റ്റൻസ് സീറോ, ഓൺലി ഇൻഡക്റ്റീവ് കോയിൽ. ഓക്കെ, ആൻഡ് ദർ ഇസ് നോ മാഗ്നറ്റിക് ലീക്കേജ്. മാഗ്നറ്റിക് ലീക്കേജ് എന്ന് പറഞ്ഞ സാധനമില്ല. ഫ്ലക്സ് വെറുതെ എയറിൽ കൂടെ പാസ് ചെയ്ത് ലിങ്ക് ആവാതെ പോവില്ല. കോയിലിൽ എല്ലാ ഫ്ലക്സും ലിങ്ക് ആവുമെന്നാണ് പറയുന്നത്. സോ ഇത് ഐഡിയൽ കേസാണ്. അത് ഇപ്പോഴും പോസിബിൾ ആണോ? അത് പോസിബിൾ ആവുന്ന കാര്യമല്ല, ഐഡിയൽ കേസാണ്. An ideal transformer consists of two coils which are purely inductive and wound on loss-free core. അതിന്റെ കോർ എന്താണ്? ലോസ് ഫ്രീ ആണ്. അതായത് നമ്മൾ പറഞ്ഞ പോലത്തെ എഡി കറന്റ് ലോസോ ഹിസ്റ്ററിസിസ് ലോസോ ഒന്നും എന്തില്ല, കോറിനില്ല. There is no losses in core. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്? ലോസ്ലെസ് വൈൻഡിങ്, ഓക്കെ, നോ മാഗ്നറ്റിക് ലീക്കേജ്, ദെൻ പ്യൂർലി ഇൻഡക്റ്റീവ് കോയിൽ ആണ്, കോർ ഈസ് ലോസ്ലെസ്. ഓക്കെ, ബട്ട് എന്താണ് ഐഡിയലി ഉള്ള സാധനം എന്താണ്? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു റിയലൈസ് സച്ച് എ ട്രാൻസ്ഫോമർ ഇൻ പ്രാക്ടീസ്. സോ ദ ട്രാൻസ്ഫോമർ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ ഓഫ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ പാർട്ടാണെന്ത്? മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ദ അപ്ലൈഡ് വോൾട്ടേജ് കോസസ് എ സ്മോൾ കറന്റ് ടു ഫ്ലോ ഇൻ ദ പ്രൈമറി വൈൻഡിങ്. ദിസ് നോ ലോഡ് കറന്റ് ഈസ് മെന്റ് ടു ബിൽഡ് അപ്പ് കൗണ്ടർ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഈക്വൽ ടു ആൻഡ് ഓപ്പോസ് ടു ദ അപ്ലൈഡ് വോൾട്ടേജ്. അതായത് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഫിഗർ നമ്മൾ എടുക്കേണ്ടി വരും. ആ ഫിഗറിലേക്ക് പോയാൽ ഡിസ്കസ് ചെയ്യും. ദെൻ നമ്മൾ ഈ തിയറി പോയിട്ട് ഞാനിത് ഒന്നുകൂടെ അവിടെ പോയിട്ട് പറഞ്ഞുതരാം കേട്ടോ. സോ തിയറി പോർഷൻ നോക്കുകയാണെങ്കിൽ എന്താണ്, ഈ അപ്ലൈഡ് നമ്മൾ പ്രൈമറിയിൽ എന്ത് ചെയ്യും? പ്രൈമറിയിൽ സം അപ്ലൈഡ് വോൾട്ടേജ് കൊടുക്കും അല്ലെ. പ്രൈമറിയിൽ നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യും, സം വോൾട്ടേജ് അപ്ലൈ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? ഇതിവിടെ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, വോൾട്ടേജ് കോസസ് സ്മോൾ കറന്റ് ടു ഫ്ലോ. വോൾട്ടേജ് എന്താ, ചെറിയൊരു കറണ്ട് I0 ഫ്ലോ ചെയ്യും. ദിസ് നോ ലോഡ് കറന്റ് ഈസ് മെന്റ് ടു ബിൽഡ് അപ്പ് കൗണ്ടർ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഈക്വൽ ടു ആൻഡ് ഓപ്പോസിറ്റ് ടു അപ്ലൈഡ് വോൾട്ടേജ്. അതായത് ഇവിടെ എന്ത് ചെയ്യും, ഒരു EMF E1 ജനറേറ്റ് ചെയ്യും പ്രൈമറി വൈൻഡിങ്ങിൽ. ഇവിടുത്തെ വോൾട്ടേജ് ആണ്, ഒരു കറണ്ട് ഉണ്ടായി. കറണ്ട് എന്താണ്? ഇറ്റ്സ് ഓൾട്ടർനേറ്റിംഗ് ആണ്. ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, ചേഞ്ചിങ് കറണ്ട് ആണ്. സോ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആയതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യും, ഒരു ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യും. ആ ഫ്ലക്സിനെ ഇതേ വൈൻഡിങ് തന്നെ കട്ട് ചെയ്യും. സെൽഫ് ഇൻഡക്ഷൻ വഴി ഇവിടെ ഒരു EMF E1 ക്രിയേറ്റ് ചെയ്യും. സെൽഫ് ഇൻഡക്ഷൻ വഴി E1 ക്രിയേറ്റ് ചെയ്യുന്നു. അസ്യൂം ആൻ ഐഡിയൽ ട്രാൻസ്ഫോമർ, ദർ ഇസ് നോ ലോഡ് കേട്ടോ. ഇവിടെ വേറെ സെക്കൻഡറി വൈൻഡിങ് ഒന്നുമില്ല. സോ അതുകൊണ്ട് സെൽഫ് ഇൻഡക്റ്റൻസ് ഞാൻ പറഞ്ഞു, സെൽഫ് ഇൻഡക്ഷൻ വഴി ഇവിടെ EMF ക്രിയേറ്റ് ചെയ്യും. Assume an ideal transformer for understanding the no load and on load working of the transformer. നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നത്, ഐഡിയൽ ട്രാൻസ്ഫോമർ ആണ് നമ്മൾ എടുക്കുന്നത്. എന്തിനാണ്? ഇതിന്റെ വർക്കിംഗ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയാണ്, നോ ലോഡിലും ഓൺ ലോഡിലും. സിൻസ് ദ പ്രൈമറി വൈൻഡിങ് ഈസ് പ്യൂർലി ഇൻഡക്റ്റീവ്, നമ്മൾ പറഞ്ഞു ലോസ്ലെസ് ട്രാൻസ്ഫോമർ ആണ്, വൈൻഡിങ്സ് ആർ പ്യൂർലി ഇൻഡക്റ്റീവ് ആണ്, there is no ohmic resistance, so it is purely inductive and there is no output. The primary draws the magnetizing current IM only. അതായത് ഇപ്പൊ നമ്മുടെ സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ ആ സർക്യൂട്ടിൽ ഒരു മാഗ്നറ്റൈസിങ് പാത്ത് ഉണ്ട് കേട്ടോ. ആ മാഗ്നറ്റൈസിങ് പാത്തിന് വേണ്ടിയുള്ള IM മാത്രമേ ആരെടുക്കുള്ളൂ? ഇൻഡക്റ്റൻസ് ഇല്ലല്ലോ ഇവിടെ, സോറി റെസിസ്റ്റൻസ് ഇല്ലല്ലോ. മാഗ്നറ്റൈസേഷന് വേണ്ടി മാത്രമുള്ള കറണ്ട് മാത്രമേ എന്തുള്ളൂ, ആരെടുക്കുള്ളൂ?
ഐ കൊടുക്കുന്നു, സോറി ഐ എം മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇവിടെ വി കൊടുത്താൽ ഐ എം മാത്രമേ ഉണ്ടാവുള്ളൂ. The function of this current is merely to magnetize the core. കോറിനെ എന്ത് ചെയ്യുക? മാഗ്നറ്റൈസ് ചെയ്യുക. കോറിനെ മാഗ്നറ്റൈസ് ചെയ്യുക എന്നുള്ള മാത്രമേ ഇവിടെ ഇതിന്റെ ഫംഗ്ഷൻ ഉള്ളൂ. അതായത് ഫ്ലക്സ് അവിടെ ജനറേറ്റ് ചെയ്യുക. ഫ്ലക്സ് ജനറേറ്റ് ചെയ്താൽ എന്ത് ചെയ്യും? എങ്ങനെ കോറിന് മാഗ്നറ്റൈസ് ചെയ്യുന്നത്? കോറിൽ കറണ്ട് കൊടുക്കുന്നുണ്ടോ? ഇല്ല, കോറിൽ കറണ്ട് കൊടുക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യും? ഈ വൈൻഡിങ്സിൽ കറണ്ട് കൊടുക്കും. ഈ വൈൻഡിങ്സിൽ കറണ്ട് കൊടുക്കുമ്പോൾ ഈ വൈൻഡിങ്സിൽ എന്തുണ്ടാവും? വൈൻഡിങ്സിൽ ഫ്ലക്സ് ഉണ്ടാവും. ഓക്കെ, വൈൻഡിങ്സിൽ ടൈം വേരിയിങ് ഫ്ലക്സ് ഉണ്ടാവും. ടൈം വേരിയിങ് ഫ്ലക്സ്. ഈ ടൈം വേരിയിങ് ഫ്ലക്സ് എന്തുമായിട്ട് ലിങ്ക് ചെയ്യും? കോറുമായിട്ട് ലിങ്ക് ചെയ്യും. ടൈം വേരിയിങ് ഫ്ലക്സ് കോറുമായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ കോർ എന്താവും? മാഗ്നറ്റൈസ് ആവും. ഓക്കെ, കോർ മാഗ്നറ്റൈസ് ആവും. സോ ദ ഐ എം ഈസ് സ്മോൾ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ലാഗ്സ് V1 by 90 ഡിഗ്രി. അപ്പോൾ നമ്മൾ ഇൻപുട്ട് കൊടുത്ത വോൾട്ടേജിന് 90 ഡിഗ്രി ലാഗ് ചെയ്യാറ് ഐ എം. ദിസ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഐ എം പ്രൊഡ്യൂസ് an alternating flux phi. അതാണ് ഞാൻ ഈ പറഞ്ഞ phi, which proportional to the current and hence in phase with ഐ എം. സോ ഐ എമ്മും ഫൈയും എന്താണ്? ഇൻ ഫേസ് ആണ്. ഐ എമ്മും ഫൈയും, ഫ്ലക്സും മാഗ്നറ്റൈസിങ് കറണ്ട് ഇൻ ഫേസ് ആണ്. ദിസ് ചേഞ്ചിങ് ഫ്ലക്സ് ലിങ്ക് വിത്ത് ബോത്ത് ദ വൈൻഡിങ്സ്. സോ സെൽഫ് ഇൻഡക്റ്റൻസ് ആണ് E1 ഉണ്ടാവും, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ് E2 ഉണ്ടാവും. Therefore, they produce self-induced EMF E1 in primary, which lags the flux by 90 degree. So, ഇതെന്താണ്? E1 എന്ന് പറയുന്നത് എന്താണ്? At an angle minus 90 degree ആണ് വരുന്നത്. കാരണം lags the flux by 90 degree. ഇത് phi അല്ലേ? സോ എന്ത് ചെയ്യും? ലാഗ് ചെയ്യും. സോ നമ്മൾ ക്ലിയർലി നോക്കിക്കഴിഞ്ഞാൽ V1 ഉണ്ട്. V1 at an angle 0 degree നമുക്ക് പറയാം. കാരണം V1 at an angle 0 degree. Then IM is small and magnitude and lags V1 by 90 degree. So IM എന്താണ്? IM at an angle minus 90 degree ആണ് അല്ലെ? ഇനി അടുത്തെന്ത് പറയുന്നു? EMF lags the flux phi by 90 degree. ഇവിടെ പറയുന്നുണ്ട് ഫ്ലക്സും IM എന്താണ്? ഇൻ ഫേസ് ആണ്. ഫ്ലക്സും IM ഇൻ ഫേസ് ആണ്. അപ്പോൾ V1 0 ഡിഗ്രിയിലാണ്, IM minus 90യിലാണ്. അതുകൊണ്ട് ഫ്ലക്സ് എന്തിലാണ്? ഫ്ലക്സ് മൈനസ് 90 ഡിഗ്രിയിലാണ്. ഇനി പറയുന്നു E1 എന്ത് ചെയ്യുന്നു? ഫ്ലക്സിനെ എന്ത് ചെയ്യുന്നു? ലാഗ് ചെയ്യുന്നു. എത്ര? ഫ്ലക്സിന് ലാഗ് ചെയ്യുന്നു 90 ഡിഗ്രി. ഓൾറെഡി ഫ്ലക്സ് ലാഗ് ചെയ്യുന്നു എത്ര? 90 ഡിഗ്രി ലാഗ് ചെയ്യുന്നുണ്ട്. ആ ഫ്ലക്സിന് വീണ്ടും 90 ഡിഗ്രി ലാഗ് ചെയ്യുന്നു ആര്? E1. അപ്പോ 90 പ്ലസ് 90 180 ഡിഗ്രി, മൈനസ് 180 ഡിഗ്രി ലാഗ് വരുന്നു ആർക്ക്? E1ന്. ആരെ അപേക്ഷിച്ച്? V1നെ. ഓക്കെ, അപ്പൊ ഐയും മാഗ്നറ്റൈസിങ് കറണ്ടും ഫ്ലക്സും V1നെ 90 ഡിഗ്രി ലാഗ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ E1 എന്ന് പറയുന്നത് മാഗ്നറ്റൈസിങ് കറണ്ടിനെ ഫ്ലക്സിനെ 90 ഡിഗ്രി ലാഗ് ചെയ്യുന്നു, പക്ഷേ V1നെ 180 ഡിഗ്രി ലാഗ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഫേസ് ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. അതായത് ഇൻപുട്ട് വോൾട്ടേജും നമ്മുടെ പ്രൈമറി EMFും തമ്മിൽ ഒരു 180 ഡിഗ്രി ഷിഫ്റ്റ് വരുന്നുണ്ട്. അതായത് ഇൻപുട്ട് വോൾട്ടേജ് ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ EMF കറസ്പോണ്ടിങ്ങിൽ എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഒരു 180 ഡിഗ്രി ഷിഫ്റ്റ് അവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തോണം. V1 E1 right. So the flux phi produces the primary links with the secondary winding and induce EMF E2 by mutual induction, which lags behind the flux by 90 degree. അപ്പൊ എന്താ പറഞ്ഞത്? ഇവിടത്തെ ഇതെന്ത് ചെയ്യും? ഈ ഫ്ലക്സ് എന്ത് ചെയ്യും? E2 ലിങ്ക് ചെയ്യും ഡ്യൂ ടു മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓർ മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി എന്ത് ചെയ്യും? E2 ജനറേറ്റ് ചെയ്യും. E2ന്റെ കേസ് എന്താണ്? E2 lags the flux by 90 degree. That is E2 at an angle minus 180 ഡിഗ്രി ആണ്. എഗെയിൻ നോക്കിയാൽ ഫ്ലക്സിന് 90 ഡിഗ്രി ലാഗ് ചെയ്യില്ലേ? അപ്പൊ എന്താണ്? E2 വോൾട്ടേജ് V1 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മൈനസ് 180 ഡിഗ്രി ആണ്. മൈനസ് 180 ഡിഗ്രി. സോറി. ഓക്കെ. The EMF induced in the primary or secondary per turn is same. The secondary EMF depends on the number of turns in the secondary. So ഇത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതായത് EMF per turn ശ്രദ്ധിച്ചോളണത്. EMF പ്രൈമറി ആൻഡ് സെക്കൻഡറി per turn is same. സോ EMF per turn എന്ന് പറയുന്നത് പ്രൈമറിക്കും സെക്കൻഡറിക്കും ഒരു ട്രാൻസ്ഫോമറിൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. മറന്നു പോകരുത്. ഇത് വളരെ ഇമ്പോർട്ടൻസ് ആണ്. പ്രൈമറി ആൻഡ് സെക്കൻഡറി per turn is same.
EMF induced in primary and or secondary per turn is same. So EMF per turn is constant for a transformer. So ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരുവാണ്, EMF per turn of a transformer is 2 volt. Okay, if the primary has 100 volt and secondary has 100 turns, secondary has 500 turns, then what is the secondary voltage എന്ന് വെച്ചാൽ എന്താണ്? സെക്കൻഡറി വോൾട്ടേജ് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, വോൾട്ടേജ് പെർ ടേൺ എന്താ, EMF പെർ ടേൺ എന്താ, സെക്കൻഡറി EMF. ഓക്കെ, EMF പെർ ടേൺ 2 വോൾട്ട് ആണ്. അപ്പൊ 2 into 500 1000 വോൾട്ട്. ഇവിടെ ആണെങ്കിലോ 2 into 100 200 വോൾട്ട്. പ്രൈമറിയിൽ 200, സെക്കൻഡറിയിൽ 1000 വോൾട്ട്. ഓക്കെ, സോ EMF പെർ ടേൺ ഈസ് കോൺസ്റ്റന്റ് ഫോർ എ ട്രാൻസ്ഫോമർ. അതുകൊണ്ടാണ് നമ്പർ ഓഫ് ടേൺസിന്റെ കേസിൽ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ പറയുന്നത്. So when the secondary is open circuited, its terminal voltage V2 is same as that of induced EMF E2. A secondary open circuited ആണെങ്കിൽ there is no loss, so ഇവിടെ എന്താ വരും, E2 equal to V2 വരും കേട്ടോ, E2 equal to V2 ആയിട്ട് കിട്ടും. റൈറ്റ്. On the other hand, the primary current at no load is very small, hence the applied voltage V1 is particularly equal to opposite to the primary induced EMF. അപ്പോൾ E1 ഉം V1 ഉം എന്താണ്, ഒപ്പോസ് ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞു 180 ഡിഗ്രിയുടെ ഫേസ് ഷിഫ്റ്റ് അതിനകത്ത് വരും. അതാണ് ഒപ്പോസ് ചെയ്യും എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ വൈൻഡിങ്സിന്റെ ഇതാണ് കാണിച്ചിരിക്കുന്നത്. നേരത്തെ കോർ വരച്ചിട്ടില്ല, അത്രേ ഉള്ളൂ. സെയിം സാധനം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നു. ഓക്കെ, നിമയുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ അത് റെഫർ ചെയ്യുക കേട്ടോ. ഇതാണ് അതിന്റെ വെക്ടർ ഡയഗ്രാം. വെക്ടർ ഡയഗ്രാം ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതാണ് പറഞ്ഞ V1 ഉം E1 ഉം തമ്മിൽ എത്ര ഡിഗ്രി വ്യത്യാസം വരുന്നു, 90 + 90 180 ഡിഗ്രി വ്യത്യാസം. അതുപോലെ IM ഉം ഫ്ലക്സും 90 ഡിഗ്രി ലാഗ് ചെയ്യുന്നു അല്ലെ, 90 ഡിഗ്രി ലാഗ് ചെയ്യുന്നു. നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് നോക്കുക. ആംഗിൾ എപ്പോഴും നോക്കുന്ന ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്, വിട്ടുപോകരുത്. ആംഗിൾ എപ്പോഴും നോക്കുന്ന ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. സോ ഇഫ് യു ടേക്ക് ഇറ്റ് ആസ് 0 ഡിഗ്രി 90 ഡിഗ്രി ഷിഫ്റ്റ് ചെയ്യുന്നു. 90 ഡിഗ്രി ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഓക്കെ സോറി ലാഗ് അല്ലേ, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് ആംഗിൾ നോക്കുന്നത്. സോ നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നോക്കുമ്പോൾ ലാഗ് ചെയ്യുന്ന കേസാണ്. ലാഗ് ചെയ്യും, V1 നമുക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. സോ IM ലാഗ്സ് ബൈ 90 ഡിഗ്രി. ഇങ്ങോട്ടല്ലേ റൊട്ടേറ്റ് ചെയ്യുന്നത്, വെക്ടേഴ്സ് ഇങ്ങോട്ടാണ് റൊട്ടേറ്റ് ചെയ്തത്. സോ V1 ഓൾറെഡി റൊട്ടേറ്റ് ചെയ്ത് പോയി. അപ്പോഴത്തേക്ക് IM 90 ഡിഗ്രി ബാക്കിലാണ്. E1 ഉം E2 ഉം V2 എല്ലാം 180 ഡിഗ്രി ബാക്കിലാണ്. റൈറ്റ്. സോ ട്രാൻസ്ഫോമർ ഓൺ ലോഡിന്റെ കേസിലാണെങ്കിൽ വേറെ ഒന്നുമില്ല. എന്താ വരുന്നത്, the secondary is connected to load, secondary current flows this in turn makes the primary current to increase. This relationship between primary and secondary current is based upon the comparison of the primary and secondary ampere turns. അതായത് സെക്കൻഡറിയിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത്, കറണ്ട് ഫ്ലോ ചെയ്തില്ല, അതായത് ഇതിൽ നമ്മൾ ഫ്ലോ ചെയ്യുവാണെങ്കിൽ, കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് കൂടുതൽ കറണ്ട് എടുക്കേണ്ടി വരും അല്ലേ. ഇത് ഇവിടെ ഓപ്പൺ ആണെങ്കിൽ ഇവിടെ നമ്മൾക്ക് മാഗ്നറ്റൈസ് ചെയ്യാനുള്ള ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള കറണ്ട് മാത്രം മതി. പക്ഷേ ഇവിടെ ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലോഡ് കൺസ്യൂം ചെയ്യുന്ന കറണ്ടിന് പ്രൊപ്പോർഷൻ ആയിട്ട് നമുക്ക് ഇവിടുന്ന് കറണ്ട് എടുക്കേണ്ടി വരും. ഓക്കെ, കറണ്ട് കൺസ്യൂം ചെയ്യേണ്ടി വരും. റൈറ്റ്. അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. When the secondary is open circuit, the primary current is such that the primary ampere turn is just sufficient to produce the flux. Flux മാത്രം ക്രിയേറ്റ് ചെയ്താൽ, അത് ഞാൻ ഇത്രയും പറഞ്ഞ കാര്യം. When load is connected across the secondary terminal, the secondary current by Lenz's law produces a demagnetizing effect. അതായത് ഈ ഫ്ലക്സ് ഇവിടെ എന്ത് ചെയ്യും, സെക്കൻഡറി കറണ്ട് കാരണം ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഫ്ലക്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, സെക്കൻഡറി കറണ്ട് കാരണം, സെക്കൻഡറി കറണ്ട് അല്ലേ, ഇതുവഴി കറണ്ട് ഫ്ലോ ചെയ്യുമല്ലേ, അത് കാരണം ഇവിടെ എന്ത് ചെയ്യും, ഒരു ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യും. ഇതിൽ കൂടെ പോകുന്ന കറണ്ട് എന്ത് ചെയ്യും, ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യും. ആ ഫ്ലക്സ് എന്ത് ചെയ്യും, പ്രൈമറി ആയിട്ട് ലിങ്ക് ചെയ്യും. പ്രൈമറി ആയിട്ട് ലിങ്ക് ചെയ്ത്
ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യും. സോ ഡീമാഗ്നറ്റൈസിങ് എഫക്റ്റ് ഇവിടെ ഉണ്ടാവും. ഒരു ഫ്ലക്സ് ഒരു ഡയറക്ഷനിൽ അടുത്ത് ശരിക്കും 5-1 ഒരു ഡയറക്ഷനിൽ 5-2-1 അതായത് 2-ൽ നിന്ന് 1-ലേക്ക് ലിങ്ക് ചെയ്യുന്നത് അനദർ ഡയറക്ഷൻ. സോ ഇതൊരു സബ്ട്രാക്ഷൻ നടക്കും, ഓപ്പോസിറ്റ് ആയ സബ്ട്രാക്ഷൻ നടക്കും. സോ ഡീമാഗ്നറ്റൈസേഷൻ സംഭവിക്കും. ഓക്കെ, so the magnetizing current is usually about 2 to 5% of full load primary current. So magnetizing current എന്ന് പറഞ്ഞാൽ യൂഷ്വലി എന്താണ് 2 to 5% ആണ്. ലോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ഈ കറണ്ട് കൂടും, ഈ കറണ്ട് എന്താവും കൂടും. സോ അതിന്റെ എഫക്റ്റ് ആയിട്ട് ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ എഫക്റ്റ് ആയിട്ട് ഫ്ലക്സ് എന്ത് ചെയ്യും, ടോട്ടൽ ഫ്ലക്സ് റെഡ്യൂസ് ആവും. ഓക്കെ, ആൻഡ് ഇ എം എഫ് എന്താവും, പ്രൈമറിയിലെ ഇ എം എഫും റെഡ്യൂസ് ആവും. സോ ഇതൊരു സ്മോൾ ചേഞ്ച് ആയിരിക്കും, ചെറിയ ചേഞ്ച് ആയിരിക്കും. പക്ഷെ ഇത് എന്തിനെ എഫക്റ്റ് ചെയ്യും, നമ്മുടെ മാഗ്നറ്റൈസിങ് കറണ്ടിനെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, മാഗ്നറ്റൈസിങ് കറണ്ടിനെ എഫക്റ്റ് ചെയ്യും. സോ പ്രൈമറി കറണ്ട് എന്താവും, പ്രൈമറി കറണ്ട് നേരത്തെ മാഗ്നറ്റൈസിങ് കറണ്ട് മാത്രമാണ്, ഇപ്പൊ പ്രൈമറി കറണ്ട് അത് കൂടും, 20 times ദ നോ ലോഡ് കറണ്ട് ഒക്കെ ആയിട്ട് മാറും. ഓക്കെ, so the demagnetizing ampere turns in the secondary are thus nearly neutralized by increasing the primary ampere turns, and since the primary ampere turns on no load are very small compared with the full load ampere turns. So full load ampere turn നമ്മൾ എന്ത് ചെയ്യും, ഈ ഡീമാഗ്നറ്റൈസിങ് എഫക്റ്റിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈമറിയിലെ വൈൻഡിങ്സിന്റെ എണ്ണം നമ്മൾ കൂട്ടും. ഓക്കെ, പ്രൈമറിയിലെ വൈൻഡിങ്സിന്റെ എണ്ണം കൂട്ടും. അപ്പോൾ നമുക്ക് വൈൻഡിങ്സിന്റെ എണ്ണം കൂടുമ്പോൾ ടേൺസ് പെർ വോൾട്ടേജ് പെർ ടേൺ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് അല്ലേ. സോ നമ്പർ ഓഫ് ടേൺസ് കൂടുമ്പോൾ അത്രയും വോൾട്ടേജ് പ്രൈമറിയിൽ കൂടും. അപ്പൊ ഡീമാഗ്നറ്റൈസേഷൻ എഫക്റ്റ് കാരണം വന്ന വോൾട്ടേജിലെ റിഡക്ഷൻ എന്ത് ചെയ്യും, അവിടെ കോമ്പൻസേറ്റ് ആവും. ഒരു 2 volt റെഡ്യൂസ് ചെയ്തു എന്ന് വിചാരിച്ചു, 2 volt റെഡ്യൂസ് ചെയ്തു, ഒരു ടേൺ കൂടെ എന്ത് ചെയ്തു, ആഡ് ചെയ്തു, നമ്പർ ഓഫ് ടേൺസ് ഒരെണ്ണം കൂടെ ആഡ് ചെയ്തു, ടാപ്പിംഗ്സ് യൂസ് ചെയ്തു. സോ അപ്പൊ 2 volt ഇൻക്രീസ് ചെയ്തു. സോ നമുക്ക് ജനറലി കിട്ടേണ്ട തന്നെ കിട്ടി. ഓക്കെ, so therefore full load primary ampere turns approximately equal to full load secondary ampere turns. ഓക്കെ, സോ ഇത് റിലേഷൻ ആണ് I1/I2. നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ഇത് ലോഡ് കണ്ടീഷനിലെ വെക്ടർ ഡയഗ്രാം ആണ്, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ട് ഞാനിത് ഡിസ്കസ് ചെയ്യുന്നില്ല. റൈറ്റ്, അപ്പോൾ ഇ എം എഫ് ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ട്രാൻസ്ഫോമർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൺക്ലൂഡ് ചെയ്യാം, എന്നിട്ട് മെഷർമെന്റ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.